ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാതാവിൻ്റെ പെരുന്നാളാണ് കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ നല്ല മഞ്ഞാണ്. കാലത്തെ വേഗം എണീറ്റിട്ടുണ്ടായിരുന്നു, കാരണം പള്ളിയിൽ 7:45 എത്തണം. 3 കുട്ടികളുടെ കൊട്ട നിറച്ചും പൂക്കളും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുട്ടികൾ എണീക്കുന്നതിന് മുമ്പേ തന്നെ കേട്ടോ. അങ്ങനെ 10 ദിവസത്തെ നോവേന എങ്ങനെ തീർന്നേ അറിഞ്ഞില്ല കേട്ടോ. ഇന്ന് ആദ്യം പൂക്കൾ സമർപ്പിക്കാനായിരുന്നു കേട്ടോ. പൂക്കളൊക്കെ സമർപ്പിച്ചതിന് ശേഷം എല്ലാവരും വരിയായിട്ട് പള്ളിക്കകത്ത് പോവുകയാണ്. ആദ്യം കുട്ടികൾ, പിന്നെ മുതിർന്നവർ. ഇന്ന് ഏകദേശം എല്ലാ സ്കൂളുകൾക്കും ലീവാണ് കേട്ടോ. അപ്പം പള്ളി നിറച്ചും നല്ല ആൾക്കാരായിരുന്നു. അതുകൊണ്ട് പള്ളിക്കകത്ത് എന്തായാലും ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പം വെഞ്ചരിക്കാൻ വേണ്ടി നെൽക്കതിരൊക്കെ പള്ളിക്കകത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. മാതാവിൻ്റെ പെരുന്നാൾ മംഗലാപുരക്കാർ ക്രിസ്മസും ഈസ്റ്ററും പോലെ തന്നെ നല്ല രീതിയിൽ ആഘോഷിക്കുന്ന ഒരു പെരുന്നാളാണ് കേട്ടോ. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കുർബാനയ്ക്ക് കൊടുത്തവർക്കൊക്കെ കാൻഡലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കാൻഡലൊക്കെ മേടിച്ചതിന് ശേഷം വെഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന നെൽക്കതിര് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെഞ്ചരിച്ച് തന്ന നെൽക്കതിര് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പൊളിച്ച് പായസത്തിലോ പാലിലോ ഇട്ടിട്ട് നമ്മൾ കുടുംബസഹിതം കുടിക്കലാണ് കേട്ടോ. കുർബാന കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കരിമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു നേർച്ച പോലെയാണ് കേട്ടോ, എല്ലാവർക്കും കൊടുക്കും. അതിനുശേഷം വെഞ്ചരിച്ച പായസം ഉണ്ടായിരുന്നു, അതും കൂടെ കുടിച്ച് ഞങ്ങളൊരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം വീട്ടിലെത്തിയിട്ടോ. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സ്. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? വീട്ടിലെത്തിയിട്ട് സദ്യക്കുള്ള ഒരുക്കം തുടങ്ങിയപ്പോഴാണ് അമ്മയും കുട്ടികളും കൂടെ വന്നത്. അനിയത്തിക്ക് പണിയുള്ളതുകൊണ്ട് അവൾക്ക് ലീവില്ല കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോയി. അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ പറഞ്ഞ് കുടുംബത്തോടെ. അപ്പം ഹസ്ബൻഡും അമ്മയും ഇല്ലാത്തതിൻ്റെ വല്ലാത്ത വിഷമമാവുന്നുണ്ടായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനാ, വലിയ സദ്യ ഒന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് ഒരു 5-6 കൂട്ടമൊക്കെ ആയിട്ട് ഞങ്ങൾ സദ്യ ഉണ്ട്. കുറച്ച് മംഗലാപുരം സ്റ്റൈലും കുറച്ച് കേരള സ്റ്റൈലും ആയിട്ട് കുറച്ച് കറികൾ കൂട്ടിയിട്ടാണ് ഞങ്ങൾ സദ്യ ഉണ്ടാക്കിയത് കേട്ടോ. അതിനുശേഷം പായസം ഉണ്ടായിരുന്നു. ഞാൻ സേമിയ പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. പായസത്തിൽ നെൽക്കതിര് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെഞ്ചരിച്ചത്. അതിന് ശേഷം പള്ളിയിൽ നിന്ന് കിട്ടിയ കരിമ്പ് മുറിക്കലായി കേട്ടോ. 2 കരിമ്പായിരുന്നു പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന. ഒരു കരിമ്പിന് നല്ല മധുരവും മറ്റേ കരിമ്പിന് തീരെ മധുരം ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നന്നായിട്ട് മുറിച്ചിട്ട് കുട്ടികൾക്ക് തോലൊക്കെ ചെത്തി കൊടുത്തു. രാത്രിയിലത്തെ ഭക്ഷണം അമ്മ വീട്ടിലായതുകൊണ്ട് തന്നെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ പിന്നെ രാത്രി ആയപ്പോഴത്തേനും അമ്മ വീട്ടിലോട്ട് പോയി. അപ്പോഴത്തേനും അനിയത്തി ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. തിരിച്ച് വീട്ടിലും എത്തിയിട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം. കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യാതെ കേട്ടോ. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ടേക്ക് കെയർ, ബൈ.